ഡിയാഗോ മറഡോണ എന്ന വസന്തത്തിന് ശേഷം ലയണൽ മെസ്സി എന്ന ഇതിഹാസം വന്നു. പെലെ എന്ന ദൈവത്തിന് ശേഷം റൊണാൾഡോയും നെയ്മറും വിനീഷ്യസും വന്നു. പക്ഷേ ഒരു പഠിച്ചാറില്ലേണ്ടേ ഒരു രാജ്യത്തിന് വേണ്ടി പന്ത് തട്ടുന്ന ഒരു മനുഷ്യനുണ്ടവിടെ. പട്ടിനെ പകുതിയാക്കി ഇന്ന് ക്രിസ്ത്യാനോയിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു സിറിഞ്ചിലേക്ക് കയറുകയാണ്. ഇന്ന് കോട്ടെന്ന് വിളിച്ച് എല്ലാവരും പുതുക്കി പറയുന്ന ഒരു പേരുണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോ. പെനാൾഡോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർക്ക് പെനാൽറ്റി അടിക്കാതെ തന്നെ 2 ഗോളുകൾ ഉസ്ബെക്കിസ്ഥാന്റെ അണ്ണാക്കിലേക്ക് അറക്കി കൊടുത്തവനാണ് ക്രിസ്ത്യാനോ. ഇന്ന് അന്ന് ഡിൻകോങ്കുവിന്റെ ഒപ്പം സമനില പിടിച്ചവൻ ഇന്ന് ഉസ്ബെക്കിസ്ഥാന്റെ ഒപ്പം 2 ഗോളും 5 ഗോളിൽ നിന്നും തന്റെ ടീമും 2 ഗോളിൽ തന്നെ ക്രിസ്ത്യാനോവും നിൽക്കുകയാണ്. ആ പോർച്ചുഗൽ പടയിൽ ആ ഡിയാഗോ ജോട്ടയും ക്രിസ്ത്യാനോവും കാട്ടിയ പോലത്തെ ഓളമൊന്നും ഇനി പോർച്ചുഗലിലും വരാൻ പോകുന്നില്ല. പിന്നെ പറങ്കികൾക്ക് ഇനിയും കളികളൊന്നുമില്ല. ഈ കൊളംബിയന്റെ അപ്പുറം കഴിഞ്ഞാൽ അത് ജയിച്ചാൽ അത് ചരിത്രമാണ്. ചരിത്രം എഴുതി തന്ന രാജാവിന് ഒന്നും കഴിയാത്തതില്ല. രാജാവ് ക്രിസ്ത്യാനോയാണ്. ഈ ഈസ്റ്റർ ഡബിൾ എന്ന് വിളിക്കാൻ ലോകം കാണുന്നു. ഈസ്റ്റർ ഡബിൾ ചെറിയ ഏതോ മദീറ ദ്വീപിൽ നിന്നും സ്പോർട്സിന്റെ നിന്നും തുടങ്ങിയ യാത്രയിൽ അൽ നാസറിലേക്ക് സൗദി ലീഗിൽ ഒരു ബൈസൈക്കിൾ കിക്കും, ലീഗ് കിരീടവും 5 ബാലൺ ഡിയോറും. ആ മെസ്സി ഫാൻസിനോടും നെയ്മർ ഫാൻസിനോടും എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. അർജന്റീനയും ബ്രസീലും ഇന്ന് വേൾഡ് കപ്പിൽ തോക്കില്ല. കാരണം ആ ചെറുക്കനുണ്ടെങ്കിൽ ഇന്ന് അർജന്റീനയൊന്നും ഒന്നുമല്ല. ഫ്രാൻസിനെ തോപ്പിച്ച് വേൾഡ് കപ്പ് എടുത്തപ്പോൾ അർജന്റീനക്ക് അഹങ്കാരമുണ്ടായിരുന്നു. പക്ഷേ ആ അഹങ്കാരത്തെ ഇന്ന് തീർക്കാനാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അത്ഭുത മനുഷ്യനെ നിങ്ങൾക്ക് അറിയാത്തത് പോലുമില്ലാത്ത മനുഷ്യനാണ് അദ്ദേഹം. റൊണാൾഡോ ഈസ് എ നോട്ട് ഹ്യൂമൻ. അത് നമുക്ക് ഈ 2018 ഏപ്രിൽ 3 ജുവന്റസും റിയൽ മാഡ്രിഡും മത്സരം ഉണ്ടായിരുന്നു. കളിയെടുക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ കർവഹാലിന്റെ ഒരു ഷൂട്ട് വരികയാണ്. ആ ഷൂട്ട് ആകാശത്തേക്ക് പറന്നെത്തിയപ്പോൾ ഒരു